ഞങ്ങൾ സന്ധ്യയായപ്പോഴേ മോനൊരു ലാപ്ടോപ്പ് മേടിക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയതാണ്. വലിയ വിലയുടെയൊന്നുമല്ല, EMI ആയിട്ടോ മേടിച്ചേ. എങ്കിലും ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയതാണ്. അപ്പം ക്രിസ്മസിന്റെ അലങ്കാരങ്ങൾ കണ്ടു. എന്ത് രസമാണെന്നറിയാവോ ടൗണിലേക്കൊക്കെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ. കേക്കുകളുടെ ഒക്കെ കളി. പക്ഷെ ഒരു കുഴപ്പമുണ്ട്, വഴി മുഴുവൻ ബ്ലോക്കാട്ടോ. മമ്മൂട്ടിയൊക്കെ കാറിൽ പോകുമ്പോലെയാ രാത്രിയിൽ ലൈറ്റൊക്കെ ഇട്ടാണ് ഞങ്ങൾ കുറച്ച് നേരം ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ചേട്ടൻ പറഞ്ഞു ഇത് ലൈറ്റൊക്കെ ഇട്ട് മമ്മൂട്ടിയൊക്കെ പോകും പോലെയാണല്ലോ എന്ന് പറഞ്ഞു. അതുകൊണ്ട് ലൈറ്റൊക്കെ ഓഫാക്കി. പിന്നെ കുട്ടികളുടെ ഡാൻസുകൾ കണ്ടു. ഒരു വഴി മുഴുവൻ കരോളായിരുന്നു, കരോൾ സംഘങ്ങളെ കണ്ടു. പക്ഷേ ഇതിനൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കാരണമുണ്ട് വഴി ബ്ലോക്ക് ആയതുകൊണ്ടേ. വണ്ടി അങ്ങ് മുമ്പോട്ട് പോയിട്ട് വേണ്ടേ അവരുടെ വീഡിയോ എടുക്കാൻ, അതങ്ങ് കടന്നു പോവുകയും ചെയ്തു. പിന്നെ ഞങ്ങൾ മൈജി പോയിട്ടോ സാധനങ്ങൾ എടുത്തത്. അപ്പം അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ഒത്തിരി ലാപ്ടോപ്പ് ഉണ്ട് കേട്ടോ, ഒത്തിരി വിലയുടെ ഉണ്ട്. അവിടെയാണേലും EMIയുടെ വ്യവസ്ഥയിലായതുകൊണ്ട് 0 ഇൻട്രസ്റ്റ് ആണെന്ന് പറയുന്നത് കൊണ്ടും നമുക്ക് ഇതിനകത്ത് വല്ല ഹിഡൻ അജണ്ട ഉണ്ടോ എന്നൊന്നും അറിയത്തില്ല. എങ്കിലും നമ്മളും EMI ആയിട്ട് എടുത്തത്. പക്ഷേ ഒത്തിരി ഭയങ്കര തിരക്കെന്ന് വെച്ചാൽ ഭയങ്കര തിരക്കാണ് അതിനകത്ത്. ഫർണിത് മറ്റേ ഇലക്ട്രോണിക് സാധനങ്ങളൊക്കെ മേടിക്കാം, മിക്സി ഗ്രൈൻഡറൊക്കെ ഉണ്ട്. ഒത്തിരി വിലക്കുറവുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ സമ്മാന പദ്ധതിയൊക്കെ ഉണ്ട്. 1,00,000 രൂപയുടെ സ്വർണം കൊടുക്കുന്നോ ഏതാണ്ടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ മേടിച്ച ലാപ്ടോപ്പ് ഇതാണേ. പിന്നെ ഞങ്ങൾ കുറേ സാധനമൊക്കെ ചുമ്മാ നോക്കുന്നതിന് കുഴപ്പമില്ലല്ലോ. നമ്മൾ ആപ്പിളിൻ്റെ ഫോണുകൾ നോക്കി. ഐഫോണുകളൊക്കെ ഇല്ലേ, ഇത് കണ്ട്, ഇതൊക്കെ ഐഫോണുകളാണ് ഇരിക്കുന്നത്. അതൊക്കെ ഒന്ന് ചുമ്മാ കാണാൻ മേലേ. അതൊക്കെ ഒന്ന് കണ്ടു. പിന്നെ ആപ്പിളിൻ്റെ വാച്ചുണ്ട് അവിടെ. പിന്നെ വാഷിംഗ് മെഷീനാണെങ്കിൽ പല സൈസിലുള്ളത്. ഫ്രിഡ്ജുകളാണേലും അതിൻ്റെ വേറെ ടൈപ്പ്. TV ഒക്കെ പണ്ടത്തെ TV ഒക്കെ ഈ TV കാണുമ്പോൾ അല്ലേ. ഇത് ഒരു ഐപാഡ് ആണ്. അതെടുത്ത് ഞങ്ങളിങ്ങനെ നോക്കിയതാണ്. അപ്പോൾ അതിനകത്ത് ഞങ്ങളുടെ തന്നെ ഫോട്ടോയൊക്കെ കണ്ട് ഞങ്ങളിങ്ങനെ, അപ്പോൾ അത് മോൻ അതെല്ലാം ഇങ്ങനെ കണ്ട് മനസ്സിലാക്കുന്നത് കണ്ടപ്പോൾ ഞാനും പോയി അവിടെ നിന്നു. അപ്പം ഞങ്ങളും അതിനകത്ത് വീഡിയോയിൽ വന്നിട്ടുണ്ട്, ഫോട്ടോ ഞങ്ങളുടെ വന്നിട്ടുണ്ട് അതിനകത്ത് കണ്ട. ഞങ്ങൾ അതിനകത്തുണ്ട്. എൻ്റെ ഒരു ശകലേ കാണത്തുള്ളൂ കേട്ടോ. എന്നാലും നമ്മുടെ ഒരു ആഗ്രഹം ഇതിനകത്തൊക്കെ ഒന്ന് വന്നല്ലോ എന്നോർത്തുകൊണ്ട് ഞങ്ങളതൊക്കെ കണ്ട് ആസ്വദിച്ചു. കണ്ട ആ ഒരു പേന പോലെ ഇരിക്കുന്ന സാധനം കൊണ്ട് തോണ്ടി അത് ചെയ്യുന്നത്, അതൊക്കെ നമ്മൾ ഇതൊരു രസമല്ലേ അല്ലേ, ഇങ്ങനെയൊക്കെ കണ്ടുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ഭാഗ്യം കാണാൻ. അപ്പോൾ ഞങ്ങൾക്ക് ആ സാധനങ്ങൾ എടുത്തു തന്നെ ആ സെയിൽസ്മാൻ, ഇത് കണ്ടോ ഒരു ഫോണാണ് ഇത് മടക്കാം കണ്ടോ, ഇങ്ങനെ അങ്ങ് മടക്കാം. അപ്പം ചെറിയൊരു ഫോണായി. നിവർത്തി വെക്കുമ്പോൾ കണ്ടോ അതെങ്ങനെ ഒരു മടക്ക് പോലും ഉള്ളതായിട്ട് നമുക്ക് തോന്നില്ല. കണ്ട നിവർത്തുമ്പം അതിനകത്തൊരു മടക്ക് പോലും ഉള്ളതായിട്ട് തോന്നാത്ത രീതിയിൽ വലിയ ഇതായിട്ട് സ്ക്രീനായിട്ട് വരും അത് അങ്ങനെ. പിന്നെ ലാപ്ടോപ്പ് മേടിച്ചിട്ട് ആ പയ്യൻ വീഡിയോ എടുത്തതാട്ടോ. അത് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കണം എന്ന് പറഞ്ഞു.